4 നാരങ്ങ, 3 മുക്കുത്തി, 2 ചെണ്ടുമല്ലി, ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റക്കിളിയെ നമ്മൾ കണ്ടു. ഹലോ ഗായ്സ്, എല്ലാവരും യൂണിറ്റ് ടൈം മെഷർമെന്റ്സിന്റെ പാർട്ട് 1 കണ്ടു, പാർട്ട് 2 കണ്ടു എന്ന് വിചാരിക്കുന്നു. പാർട്ട് 2 എന്ത് ചെയ്യാനാ? ക്ലാസ് എടുത്തത് എന്തായി? ലോങ് ആയിപ്പോയി. ബട്ട് നമ്മൾ എന്താക്കും, ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഷോർട്ട് ആയിട്ടല്ല, ഇതിൽ കാര്യങ്ങളൊക്കെ പറയും. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ബട്ട് നിങ്ങൾ എന്താക്കണം, പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണണ്ടേ? ഞാൻ അതിലൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് തുറന്ന് വെക്കുക, എന്നിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ് തീരുമ്പോൾ തന്നെ നിങ്ങൾ എന്താവും, പഠിപ്പും തീരും, നോട്ടും തീരും, എല്ലാം മനസ്സിലാവുകയും ചെയ്യും, ക്വസ്റ്റ്യനും ചെയ്യും, എല്ലാം സെറ്റാവും ഒറ്റയടിക്ക്. കാരണം നിങ്ങൾ വെറുതെ പെട്ടെന്നുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് പോസ് ചെയ്ത് എഴുതിയെടുത്ത് നിങ്ങളുടെ സമയം അതിൽ കൂടുതൽ പോകുന്നുണ്ട്. ബട്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ എന്ത് ഗുണം? നിങ്ങൾ പഠിക്കുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്, ആ സമയത്തിനുള്ള തീർക്കുന്നുണ്ട്. ഓഹ് ജാതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തുവാടാ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നല്ലേ പറഞ്ഞുതരട്ടെ. നിങ്ങൾക്ക് അതല്ലേ അറിയേണ്ടത്, ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ തരും, ഇപ്പോൾ 1.0821 എന്നൊക്കെ പറഞ്ഞ് നമ്പർ തരും. ഇതിൽ നിന്നുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യൂ എന്നാണ് എന്ത് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ആ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നോളജ് വേണം. എന്തിൻ്റെ നോളജ്? ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ഒരു 1, 2, 3 അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. ഈ 1, 2 1ഉം 2ഉം ആയിട്ടുള്ള റൂളാണെന്ത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ അവർ പറഞ്ഞത്. ബട്ട് നമ്മളെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്തുവാടാ? നമ്മളെ ക്ലാസ്സിൻ്റെ പ്രത്യേകത നമ്മളത് സിമ്പിളാക്കി പറഞ്ഞു തരും. റൂൾസ് ഒന്നും എന്തായാലും എങ്ങനെയാണെന്നൊന്നും എന്ത് ചോദിക്കില്ല, യൂഷ്വലി എക്സാമിന് ചോദിക്കാറില്ല. അതുകൊണ്ട് എന്താക്കുക, നമുക്ക് റൂൾസ് പഠിക്കാലോ. റൂൾസ് പഠിച്ചതിന് ശേഷം ഞാൻ റൂൾസ് 2 എഴുതും. അതെന്താക്കുക, നിങ്ങൾ എന്താക്കടാ, അത് നിങ്ങൾ എഴുതിയെടുക്കുക. അതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ? എന്താക്കുക, 1 എന്ന് എഴുതുക, നിങ്ങൾ 1 എന്ന് എഴുതുക, എന്നിട്ട് തുടങ്ങാട്ടോ. ഈ തിയറി ഇത് എഴുതുന്ന കണ്ടിട്ടോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ പേടിക്കേണ്ട, നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കുക, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, ഡെസിമൽ നമ്പേഴ്സ് ഇങ്ങനെ തന്നെ എഴുതിക്കോ. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതിക്കോ. മലയാളത്തിലൊക്കെ നമുക്ക് മനസ്സിലാവാനല്ലേ നോട്ട് എഴുതുന്നത്, അല്ലാതെ വെറുതെ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനാണോ അല്ല. നമുക്ക് എക്സാമിന് എഴുതണം, നമുക്ക് മനസ്സിലാവണം. ഡെസിമൽ നമ്പേഴ്സ് ആണേൽ ഫസ്റ്റ് നോൺ സീറോ ടു ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ അല്ലേ? ഇത് എഴുതിയെടുക്കുക. ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ നമുക്ക് എന്താക്കണം, എക്സാമ്പിൾ എഴുതണം. അടുത്ത നോൺ ഡെസിമൽ ആണേൽ എൻ്റെ കൂടെ തന്നെ എഴുതിയെടുത്തോ. നോൺ ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ സിഗ്നിഫിക്കൻറ്റ്. ഇത് എഴുതിയെടുത്തില്ലേ? ഇതെന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ ഡെസിമൽ നമ്പർ? ഈ ഡെസിമൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചില വാല്യൂസ് കണ്ടിട്ടുണ്ടാവും. ഈ 3.14 അല്ലെങ്കിൽ 2.7 ഈ പോയിന്റ് വരുന്ന നമ്പർ ഉണ്ടല്ലോ. ഈ പോയിന്റ് വരുന്ന നമ്പറാണ് എന്ത്, ഡെസിമൽ നമ്പർ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാണെങ്കിൽ, നിങ്ങൾ നമ്പറിൻ്റെ മാക്സിമം എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പറയും? നമ്പറിൻ്റെ എൻ്റെ എത്രയാണ്? നിങ്ങൾ പറയും കോടി. ഇപ്പോൾ ഒരു കോടീനെ 2 കോടിയുണ്ട്, 3 കോടിയുണ്ട്, 4 കോടിയുണ്ട്, 5 കോടിയുണ്ട്. അങ്ങനെ നമുക്ക് എത്ര വരെ പോവാ? പോയി അങ്ങ് ഇൻഫിനിറ്റി എത്തൂലേ? അപ്പോൾ ഇത് നമ്പർ ലൈനാന്ന് വെക്കുക. ഏറ്റവും മാക്സിമം എത്രയാ? ഇൻഫിനിറ്റി. അതുപോലെ തന്നെ -1, -2, -3, -4, -5 അങ്ങനെ എത്ര വരെ പോകും? -ഇൻഫിനിറ്റി വരെ പോകും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നടുവിൽ നിൽക്കുന്ന പോയിന്റ് എത്രയാ? 0. അങ്ങോട്ട് പോയാൽ 2, 3, 4, 5 ഇങ്ങനെ കുറേ പോകും. ഇങ്ങനെ പോയി ഒരു പോയിന്റ് എത്തൂലേ? ആ പോയിന്റ് നമുക്ക് എത്രയാണെന്ന് അറിയില്ലല്ലോ. അതാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിച്ചു. അങ്ങ് ദൂരെ ഇങ്ങനെ -1, -2, -3 ഇങ്ങനെ എത്ര ഇങ്ങോട്ട് പോകും? അങ്ങനെ കുറേ പോകില്ലേ? ഈ പോകുന്ന ഇങ്ങേ അറ്റത്തിന് എന്ത് വിളിച്ചു? -ഇൻഫിനിറ്റി.
ഈ നമ്പേഴ്സ് ആണ് എന്ത്? ഈ നമ്പേഴ്സ് ആണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിജേഴ്സ് എഴുതിയെടുത്തോളെ, ഇൻഡിജേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡിജേഴ്സിന് എന്ത് വിളിക്കാം? നോൺ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയായി? ഈ നോൺ ഡെസിമൽ നമ്പർ എന്താന്ന് മനസ്സിലായില്ലേ? നോൺ ഡെസിമൽ നമ്പർ ആണ് ഇത്. ഇതിൽ എന്തൊക്കെ വരും? -4 നോൺ ഡെസിമൽ ആണ്, 4 നോൺ ഡെസിമൽ ആണ്, 0 നോൺ ഡെസിമൽ ആണ്, 1 നോൺ ഡെസിമൽ ആണ്, 2 നോൺ ഡെസിമൽ ആണ്. ഇതിലൊന്നും വരുന്നില്ല. ഈ 3.14 എന്നൊക്കെ ഈ നമ്പർ ഇതിൽ വരുന്നില്ല. ഈ സിസ്റ്റത്തിന്റെ അത് വരുന്നില്ല. വരുന്നുണ്ടോ? ഇതിനെയാണ് എന്ത് പറയാ? ഇതാണ് കളക്ഷൻ ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അതിനാണ് നോൺ ഡെസിമൽ നമ്പേഴ്സ് ആർ ഇൻഡിജേഴ്സ്. അപ്പൊ എന്തായി? നോൺ ഡെസിമൽ നമ്പർ എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത ഡെസിമൽ നമ്പർ എന്ന് വെച്ചോ, ഇവിടെ ഈ ലൈനിലും 0 ഉണ്ട്, -1 ഉണ്ട്, അല്ല സോറി ട്ടോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്, -4 ഉണ്ട്, ഇങ്ങനെ പോകുന്നില്ലേ? ഈ 1ന് ശേഷം ഒക്കെ ഈ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? 1ൽ നിന്ന് 2ലെത്തും. എത്ര നമ്പർ ഉണ്ട് ഇതിന്റെ ഇടയിലും? ഒരുപാട് നമ്പർ ഇല്ലേ എന്ന് വെച്ചാൽ 1.00000000000 അങ്ങനെ കുറെ പോയി 1. ഇത് 1ന് ശേഷമുള്ള ഒരു നമ്പർ അല്ലേ? 1. അല്ലെങ്കിൽ ഇപ്പൊ 2 കഴിഞ്ഞതിന് ശേഷം 2.00000000001 എന്ന് വെച്ചാൽ 2ന് ശേഷമുള്ള നമ്പർ എന്നല്ലേ? പക്ഷെ ഇങ്ങനത്തെ നമ്പറാണ് എന്ത് നമ്പർ? ഡെസിമൽ നമ്പർ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി ബാക്കി നമുക്ക് എന്താക്കാം? എക്സാമ്പിൾ ചെയ്ത് നോക്കാം, മനസ്സിലായിക്കോളും. ഇത് ഞാൻ മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കളക്ഷൻ ആണ് എന്ത്? -1 -2 ഇതാണ് എന്ത്? ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ നോൺ ഡെസിമൽ നമ്പേഴ്സ്. ഓൾ നോൺ ഡെസിമൽ നമ്പർ ആർ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞുകൂടാ. അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ അതൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ എന്താ ഡെസിമൽ എന്നും എന്താ നോൺ ഡെസിമൽ എന്നും മനസ്സിലായോ? ഈ കുത്ത് വരുന്നത് ഏത് വരുന്നത്? എന്ത് വരുന്നത്? ഈ ഡോട്ട് വരുന്നത്. ഈ ഡോട്ട് വരുന്നതാണ് എന്ത്? ഇങ്ങനത്തെ 3.14 ഇങ്ങനെ ഡോട്ട് വരുന്നതാണ് എന്ത്? ഡെസിമൽ നമ്പർ എന്ന് മനസ്സിലാക്കുക. ഈ ഡോട്ട് വരാത്ത 300 400 അല്ലെങ്കിൽ 2 3 ഇങ്ങനെയൊക്കെ വരുന്ന നമ്പറാണ് എന്ത്? നോൺ ഡെസിമൽ നമ്പേഴ്സ് എന്നും തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. ഓക്കെ. അത് എഴുതിയെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ മയക്കാട്ടോ. നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ലെക്ചർ നോട്ട് വൃത്തിക്ക് എഴുതിയെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ എന്താടാ നോൺ ഡെസിമൽ, എന്താടാ ഡെസിമൽ എന്നൊക്കെ സാറ് പറയാൻ പോകും. നിങ്ങൾക്ക് ഏറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നൂടെ? ഇതൊക്കെ എനിക്ക് അറിയടാ, ഞാൻ ഇതൊക്കെ പഠിച്ചതാടാ എന്നുള്ള മൂഡിൽ ഇരുന്നൂടെ? അതാടാ നമ്മളെ ക്ലാസ്സിന്റെ പ്രത്യേകത. ഇതൊക്കെ ആരാണ് ഇങ്ങനെ സൗണ്ട് ഇട്ട് വെച്ചേ? ഞാൻ തന്നെ അല്ലേ? അപ്പൊ ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം സിഗ്നിഫിക്കന്റ്. ഡെസിമൽ നമ്പർ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. ഒരു മിനിറ്റ് കേട്ടോ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് വൃത്തിക്ക് പഠിക്കണ്ടേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാണ് 3.005600. ഇതിങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നേന്ന് വെച്ചോ. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൂൾ എന്തുവാ? ഡെസിമൽ നമ്പർ ആണേൽ ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കി എല്ലാം സിഗ്നിഫിക്കൻ്റാ. ഡെസിമൽ, ഇതൊരു ഡെസിമൽ നമ്പർ ആണല്ലോ. ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് ഡെസിമൽ നമ്പർ ആണല്ലോ, പോയിന്റ് വന്നല്ലോ. ഡെസിമൽ നമ്പർ ആണേൽ ഫസ്റ്റ് നോൺ സീറോ. നോൺ സീറോ എന്ന് വെച്ചാൽ എന്താ? സീറോ അല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1 2 -1 3 4 5 ഇതൊക്കെ എന്താ? സീറോ അല്ലാത്തതല്ലേ? അതാണ് എന്ത്? ഫസ്റ്റ് നോൺ സീറോ. ഫസ്റ്റ് നോൺ സീറോ എന്ന് വെച്ചാൽ ഒന്നാമത്തെ നോൺ സീറോ. ഇവിടുത്തെ ഒന്നാമത്തെ നോൺ സീറോ നമ്പർ ഇടത്തുനിന്ന് ലെഫ്റ്റല്ലേ, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആട്ടോ, നോക്കട്ടെ. ഫസ്റ്റ് നോൺ സീറോ ഏതാ? 3. അതിൻ്റെ ഇപ്പുറം ഒരു മെല്ലെ വരയിട്ട. അതിന് ശേഷം വരുന്ന ബാക്കി എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം എത്രയായി? 1 2 3 4 5 6 7. ഇപ്പം എത്ര ഉണ്ട്? 7 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. സിമ്പിൾ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എഴുതിക്കൂടെ? 0.03 എന്ന് വെച്ചാൽ എന്താ? 3 തന്നെ അല്ലേ? ആണ്. അപ്പോൾ ഇതിന്റെ നോക്ക്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം. ഫസ്റ്റ് നോൺ സീറോ, ഇവിടെ ഫസ്റ്റ് നോൺ സീറോ വരുന്ന ഐഡിയ ഇത് 0 ആണ്. ഇത് ഫസ്റ്റ് നോൺ സീറോ അല്ല.
0 വരുന്ന വിടാ. ഇതിന് ശേഷം വരുന്ന ബാക്കിയെല്ലാം സിഗ്നിഫിക്കൻറ്റ് 1 2 3 4 5 6 7 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെ. മനസ്സിലായോ? അത് ഈ ഫസ്റ്റ് നോൺ സീറോ എന്നാണ് ഞാൻ ഈ എക്സാമ്പിൾ എഴുതി കാണിച്ചത്. ഇവിടെ ഒരു 0 വന്നു കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് നോൺ സീറോ ഏതാ? ഈ 3 തന്നെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെടാ എൻ്റെ മനസ്സിലായില്ലേ? ഈ എക്സാമ്പിൾ എഴുതിയെടുക്കുക. കുറേ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് എന്താന്ന് കറക്റ്റ് മനസ്സിലാവും. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യും. കുറച്ചധികം എന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതോടെ നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പക്കാവും. അടുത്തത് നോൺ ഡെസിമൽ നമ്പർ ആണേൽ. നോൺ ഡെസിമൽ നമ്പർ ഒരു എക്സാമ്പിൾ പറയും. നിങ്ങൾ തന്നെ പറടാ. ഇതാ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഡെസിമൽ കാണുന്നുണ്ടോ? ഈ കുത്ത് അത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതെന്താ? നോൺ ഡെസിമൽ നമ്പറാ. നോൺ ഡെസിമൽ നമ്പറാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേന്ന് വെച്ചോ. ഇതാണ് എക്സാമ്പിൾ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നേന്ന് വെച്ചോ. അതിന്റെ എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ചോദിക്കുക. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് നോൺ സീറോ 2, ലാസ്റ്റ് നോൺ സീറോ ആർ സിഗ്നിഫിക്കൻറ്റ്. ഫസ്റ്റ് നോൺ സീറോ എവിടെ വരുന്നത്? 3 അല്ലേ നോൺ സീറോ? 0 അല്ലാത്തത് വരണോ? ടു ലാസ്റ്റ് നോൺ സീറോ പോയി. ഇതൊന്നും ലാസ്റ്റ് അല്ല. ഇതിന് ശേഷം നോൺ സീറോ നമ്പേഴ്സ് വരുന്നില്ല. 6 ലാസ്റ്റ് നോൺ സീറോ നമ്പർ. അവിടെയും വരണോ? മനസ്സിലായില്ലേ? ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ. ഇതിന് ശേഷം എന്ത് വരുന്നില്ല? നോൺ സീറോ നമ്പർ വരുന്നില്ല. അപ്പോ നോക്ക് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 ഇങ്ങനെ ഇടണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് 0 ആണ്. 1 2 3 4 5 6. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാ? 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ? ആണ്. ഓക്കെ അല്ലേ? ഇനി കുറേ എക്സാമ്പിൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താക്കും? അത് മനസ്സിലാവും. ഞാൻ എന്താക്കാം? കുറേ എക്സാമ്പിൾ പറയാം. ഞാൻ ഇത് മയക്കാട്ടോ, നിങ്ങൾ എഴുതിയെടുക്കാം. ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നിങ്ങൾ എന്നെ പറയും. നമ്മളിത് ഇത് കഴിഞ്ഞ് പോകുമ്പോഴാണ് 2 റൂൾസ് കൂടി ഉണ്ട്. അതെന്താക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതെന്താക്കാം? ഒന്ന് പക്ക അല്ലേ? ഓക്കെ, ഞാൻ കുറേ എക്സാമ്പിൾ എഴുതിത്തരാം. എന്നിട്ട് എന്താക്കാം? അത് നിങ്ങൾ എന്താക്കുക? എത്രയാന്ന് പറയാം. ഇഷ്ടം പോലെ എക്സാമ്പിൾ. അതൊക്കെ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെന്താവും? പക്കാവും. 0.0007 എഴുതിയെടുക്കാം കേട്ടോ. 0.07000 30 പോയിന്റ് അല്ല, ഇത് വേണ്ട, നമുക്കൊരു സാധനം ഇവിടെ ആക്കാം. 7.000. അങ്ങനെ നമ്മൾ കുറേ ഡിഫറെൻറ്റ് സാധനം ചെയ്തില്ലേ? ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തത് 6.320. അടുത്തത് 6320. അടുത്തത് ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കട്ടോ. 30.05. അടുത്തത് 0.03040. അടുത്തത് 5600. അടുത്തത് 100.0. ഇതെന്താക്കാം? ഇതൊരു പണിയെടുക്കാം. ഇത് ABCD. ഇത് 4 നിങ്ങൾ എന്താക്കും? ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഇത് 4 നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എന്താക്കും? കമൻറ്റ് ബോക്സിൽ ABCD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉത്തരം എഴുതുകയും ചെയ്യും, അത് ശരിയാക്കുകയും ചെയ്യും. ഐ ആം 100% കോൺഫിഡൻറ്റ്. നമ്മൾ ഇതിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ കാൽക്കുലേറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കാൽക്കുലേറ്റ് significant figures in the following. ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. ഇതെന്താ ഇവിടെ കൊണ്ടുവച്ചേ? ആരാണ് ഇവിടെ വരച്ചു വിടുന്നത്? ലെറ്റ്സ് ഗോ. കാൽക്കുലേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്. ഇതെന്തുവാ? ഡെസിമൽ നമ്പർ. കാരണം ഇവിടെ ഒരു കുത്തുണ്ട്. ഡെസിമൽ നമ്പർ ആണ് നമ്മളെ റൂൾ എന്താ? ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കി എല്ലാം നോക്കിക്കോ. ലെഫ്റ്റ് ടു റൈറ്റ് പോവല്ലേ?
റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് പോലെ നമ്മൾ പോവാണ് ലെഫ്റ്റ് ടു റൈറ്റ് പോവാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പോവാണ് പഠിക്കാൻ ഒന്നിച്ച് പോവാണ്. എന്താ എന്താ ഫസ്റ്റ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയല്ല. ലെഫ്റ്റ് ടു റൈറ്റ് പോയിക്കോ. ഏതാ നോൺ സീറോ? ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അല്ല സോറി, ഇത് 7 ആണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ എത്തി. ഞാൻ പറഞ്ഞിട്ട് വരയ്യ. അതിനുശേഷമുള്ള എല്ലാം. അതിനുശേഷം എന്തുണ്ട്? ഒറ്റൊന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? ഒറ്റൊന്ന് മാത്രമല്ലേ ഉള്ളൂ. അതാണ് എന്ത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതിൻ്റെ അകത്തുള്ള 1. മനസ്സിലായോ? സിമ്പിൾ. അടുത്തത് ഇതും എന്താണ്? ഡെസിമൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പർ ആണ്. കുത്ത് കാണുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് പോവുക. ഓക്കെ, എവിടെ എത്തി? നമ്മൾ എവിടെ എത്തി? ഫസ്റ്റ് നോൺ സീറോ എത്തി. അവിടെ വരണോ? 7 ആണ് ഫസ്റ്റ് നോൺ സീറോ. അതിനുശേഷം വരുന്ന ബാക്കിയെല്ലാം എന്താ? സിഗ്നിഫിക്കൻ്റ് അല്ലേ? ആണ്. എണ്ണിക്കോ. 1 2 3 4. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് ഇതും എന്താ? ഡോട്ട് ഉണ്ട്. ഡെസിമൽ നമ്പർ അല്ലേ? ഡെസിമൽ നമ്പർ ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോയിക്കോ. ഫസ്റ്റ് തന്നെ എന്താ? നോൺ സീറോ വരഞ്ഞ്. അതിനുശേഷം വരുന്ന ബാക്കി എല്ലാം എന്തുവാ? സിഗ്നിഫിക്കൻ്റ് അല്ലേ? 1 2 3 4. ലെറ്റ്സ് ഗോ. അടുത്തത് സിമ്പിൾ. വന്ന് മനെ. ഇതാരാ വന്നത്? ആരാ ഇത്? ഡെസിമൽ ആണോ? ആണോടാ? ഇതിൽ എന്ത് ഡോട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ഇതെന്തുവാ? നോൺ ഡെസിമൽ നമ്പർ. നോൺ ഡെസിമൽ ആണെങ്കിൽ നമ്മൾ മൈൻഡ് കത്തണം. എവിടെ എത്തി? നോൺ ഡെസിമൽ ആണെങ്കിൽ അതിന്റെ റൂൾ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ. ലെഫ്റ്റ് റൈറ്റ് പോവാ. ഫസ്റ്റ് നോൺ സീറോ ഏതാ? ഇതാണ് ഫസ്റ്റ് നോൺ സീറോ. ഇങ്ങനെ പോയി. ഇനി ലാസ്റ്റ് നോൺ സീറോ ഏതാ? ആദ്യം ഈ മണ്ടൻ തന്നെ. അപ്പൊ എങ്ങനെയായി? ഇതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എണ്ണിക്കോ. ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ. ഇതിന്റെ അപ്പുറം നോൺ സീറോ ഉണ്ടോടാ? ഇല്ല. അപ്പൊ അതെന്താ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1. സിമ്പിൾ. അടുത്തത് എന്തുവാ? അടുത്ത ഡെസിമല്. എന്തുണ്ട്? ഡോട്ടുണ്ട്. അപ്പോ നമ്മൾ പോയി ലെഫ്റ്റ് ടു റൈറ്റ് പോയി. ഫസ്റ്റ് നോൺ സീറോ എത്തി വരണി. ലാസ്റ്റ് നോൺ സീറോ അല്ല. എൻ്റെ കൂടെ തെറ്റിപ്പോയി. ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം നമ്മളിങ്ങനെ മിക്സ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ തെറ്റിപ്പോ. അതുപോലെ നിങ്ങളോടെയും തെറ്റിപ്പോ. അങ്ങനെ തെറ്റിപ്പോണ്ടിരിക്കാൻ നമ്മൾ എന്താക്കണം? വീണ്ടും ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇത് ഡെസിമൽ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയല്ല. 1 2 3 4. മനസ്സിലായില്ലേ? ആയി. അടുത്തത് എന്തുമ്പോ ഇതിലെന്താ? നോൺ ഡെസിമൽ നമ്പറാ. ഇതിൽ ഡോട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ റൂള്? നോൺ ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ. ലെഫ്റ്റ് ടു പോകുമ്പോൾ ഏതാ ഫസ്റ്റ് നോൺ സീറോ? 6. അതിനിപ്പുറം വരിക. അതിനുശേഷം ലാസ്റ്റ് നോൺ സീറോ ഏതാ? ഇത് 1 2 3. സിമ്പിൾ. അടുത്തത് നിങ്ങൾ പറയും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ആദ്യം മുതലേ എന്താക്കുക? ഒന്നുകൂടി ക്ലാസ് കേട്ട് നോക്കുക, പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് പോസി. ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞു തരും. പോസ് ചെയ്തിട്ട് നിങ്ങൾ കമന്റിൽ ഇട്. ഇനിയിപ്പോൾ ആൻസർ ഞാൻ പറയട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാട്ടെ ഇതിലേക്ക് വരാവോ. കുരുത്തക്കേട് കളിക്കരുത് കേട്ടോ. ഓക്കെ. ഇതിൻ്റെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. ഇതാണ് ഇത് ഡെസിമൽ നമ്പറാ. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം 4. ഇതെന്തുവാ? ഡെസിമൽ നമ്പറാ. ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം 4. ഇതെന്തുവാ? നോൺ ഡെസിമലാ. ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ 2. ഇതെന്തുവാ? ഡെസിമൽ നമ്പറാ. ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം 4. എത്ര ആളെ ശരിയായടാ? എത്ര ആൾക്ക് 4ൽ 4 മാർക്ക് കിട്ടി? എത്ര ആൾ എൻ്റെ വെരി ഗുഡ് മേടിച്ച്? 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ. എന്ത് 4 മേടിച്ച ആൾക്കാർക്ക്. ഓക്കെ. ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ് കൊണ്ടുള്ള ഗുണം. നിങ്ങൾ എന്താക്ക് അന്നേരം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആൻസർ ചെയ്തു, പഠിക്കുന്നു, തിയറി കാണുന്നു, നോട്ട് ചെയ്തു, എല്ലാം സെറ്റ്. സോ അടുത്ത റൂളിലേക്ക് പോവാം. ഒന്നാമത്തെ രണ്ടാമത്തെ റൂൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഒന്നാമത്തെ റൂൾ എന്താ ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാം. എന്തുവാ? ഡെസിമൽ നമ്പർ ആണെങ്കിൽ, കുത്തുള്ള നമ്പർ ആണ് ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം. നോൺ ഡെസിമൽ നമ്പർ ആണെങ്കിൽ എന്ന് വെച്ചാൽ 5600, 300, 2, 1 എന്നൊക്കെ പറയുന്നത്. അതാണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ടു ലാസ്റ്റ് നോൺ സീറോ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. പോരെ. അടുത്ത മൂന്നാമത്തെ റൂൾ അന്നേരം തന്നെ എഴുതിയെടുക്കുക. മൂന്നാമത്തെ റൂൾ എന്ന് വെച്ചാൽ പവർ
has no significant figures or has no significant figures എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ എഴുതിയെടുത്തോ 1.62 ഇൻറ്റു 10⁻12 ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെയെന്ന് വെച്ച ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? അപ്പോൾ നിങ്ങൾക്കറിയാം പവർ ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ എന്തായി? ഇതിൽ എന്താ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇല്ല. ഓക്കെ ആയില്ലേ? പിന്നെ ഇവിടത്തേക്ക് പോയി ഈ സാധനത്തിലേക്ക് പോയി. ഈ സാധനം എന്തുവാ ഡെസിമൽ അല്ലേ? ഡെസിമൽ ആണെങ്കിൽ എന്താ? ഫസ്റ്റ് നോൺ സീറോ ടു ബാക്കിയെല്ലാം. ഫസ്റ്റ് നോൺ സീറോൻ്റെ മുന്നിൽ വരഞ്ഞ് അതിന് ശേഷമുള്ള ബാക്കിയെല്ലാം. അങ്ങനെയാണെങ്കിൽ അതെന്തുവാ? 3. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ അല്ലേ? ആണ്. അടുത്ത എക്സാമ്പിൾ എക്സാക്ട് നമ്പർ ഹാവ് infinite significant figures. മനസ്സിലായില്ല? അറിയാലോ. ഇപ്പോ എക്സാമ്പിൾ 10 ആപ്പിൾ, 5 തേങ്ങ, 4 നാരങ്ങ, 3 മുക്കുത്തി, 2 ചെണ്ടുമല്ലി, ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റക്കിളിയെ നമ്മൾ കണ്ടു. ഒരു കുഞ്ഞാറ്റക്കിളി. പറയുന്ന സാധനമില്ലേ? ഇങ്ങനത്തെ സാധനം ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ? ഒരു കുഞ്ഞാറ്റക്കിളി എന്ന് വെച്ചാൽ ഒറ്റ കുഞ്ഞാറ്റക്കിളിയേ ഉള്ളൂ. 4 നാരങ്ങ വെച്ചാൽ 4 നാരങ്ങയേ ഉള്ളൂ. 3 മുക്കുത്തി വെച്ചാൽ 3 മുക്കുത്തിയേ ഉള്ളൂ. അങ്ങനെയുള്ള സാധനം തന്നെ ഈ എക്സാമിന് തരൂ 10 ആപ്പിള്, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടടാ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയും? നമ്മൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള മക്കളല്ലേ? എക്സാക്ട് നമ്പർ ഹാവ് ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻസ്. ഇതിൽ ഇൻഫിനിറ്റി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് എഴുതും. ദിസ് ഈസ് ദ സാധനം ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് ഇൻഫിനിറ്റീനെ സൂചിപ്പിക്കുക. അങ്ങോട്ടോ പറ്റത്ത് എന്ന് പറയും. അങ്ങേട്ടോ പറ്റത്ത് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ പ്ലസ് ഇൻഫിനിറ്റി. ഈ പ്ലസ് നമ്മൾ എഴുതലില്ല. ഇപ്പോൾ 1 എന്ന് വെച്ചാൽ എന്താ? 1 നമ്മൾ 1 തന്നെയല്ലേ എഴുതല്? +1 എഴുതലില്ലല്ലോ. ഓക്കെ. അതേപോലെ 2 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുള്ളൂ. അതുപോലെ തന്നെ ഇത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇങ്ങനെ മാത്രമേ എഴുതൂ. ബട്ട് ഇങ്ങേ തല എന്ന് വെച്ചാൽ എന്താ? അങ്ങേ അറ്റത്ത് അത് ഇൻഫിനിറ്റി, ഇങ്ങേ അറ്റത്ത് എന്താ? -ഇൻഫിനിറ്റി. ഓക്കെ. അപ്പോൾ 10 ആപ്പിളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇൻഫൈനൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ. എന്തടാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? നമ്മളൊക്കെ പഠിച്ചു. ഇനി ഞാൻ എന്താക്കും? അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഇതിൻ്റെ തുടങ്ങ തന്നെ എന്താക്കും? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ അത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് ഇനി ക്വസ്റ്റ്യൻ വേണോ? ഇതന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂലേ? ഓക്കെ, ഞാൻ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ അയച്ചു തരാം. നിങ്ങൾ എന്താക്കുക? പഠിക്കുക. ടാറ്റാ.